പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊത്തത്തിൽ നല്ലൊരു സമയം, ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ, ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും സ്വന്തമാക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും. എക്കാലത്തെ സ്വപ്നങ്ങളായ ഭവനം, വാഹനം, വിവാഹം, തൊഴിൽ എന്നീ ഭാഗ്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നുമുള്ള സഹകരണം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ കൃത്യസമയത്ത് സഹായം നൽകുന്നതോടുകൂടി പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊരു തൊഴിൽ ഭാഗ്യം വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതാണ്. അറിയാതെ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്തം ചെയ്യാൻ അവസരം ഉണ്ടാകുകയും പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. പഠനവൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രമിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് വിജയത്തിലേക്ക് കടന്നെത്താൻ ഇവർക്ക് വളരെ എളുപ്പം ആകും. മേലുദ്യോഗ പദവിക്കുള്ള നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ തലയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിയമയുദ്ധത്തിന് ധനസഹായം ലഭിക്കുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ മാറ്റം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുക. ദോഷപരിഹാരമായിട്ട് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കൂവളമാല, പാർവതി ദേവിക്ക് പട്ടുതാലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ കഠിനപ്രയത്നം ഇവർക്ക് ഒരുപാട് തുണയാകുന്നൊരു സമയമാണ്. ജീവിതത്തിൽ ഭവനം, വാഹനം, വിവാഹം, തൊഴിൽ യോഗം ഇങ്ങനെ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ കൂടിയാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുജനങ്ങളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്താൻ നല്ല സമയമാണ്. വ്യാപാര വ്യവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്താൻ സാധിക്കും. പ്രണയ വിവാഹ യോഗമുണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കണം. സന്താന ഭാഗ്യം ഉണ്ടാകും. അന്യദേശത്തു നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ നേട്ടങ്ങളും കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കൊളുത്തുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ മേഖലകളിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യങ്ങൾ വർദ്ധിക്കും. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം കൊണ്ട് ജീവിത വിജയം നേടും. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി പ്രതീക്ഷിക്കാം. വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം.
കലാരംഗത്ത് സഹകരണം കൂടും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ അതിജീവിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തും. കായിക രംഗത്ത് മുന്നേറും. ഉപരിപഠനത്തിന് വാശി കൂടും. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാലാർച്ചന നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പല കുറ്റത്തിനും ആരോപണം നേരിട്ടവർക്ക് അതിൽ നിന്നൊരു മുക്തി നേടാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾക്ക് കുറവ് വരും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ പുത്രൻ്റെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസം നൽകും. പുതിയൊരു തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും. തുടർന്ന് വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ സാധിക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹന മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം, പുത്തൻ ഗൃഹം സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നു. ദോഷപരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വടമാല, അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗ യന്ത്രം ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആശീർവാദത്തോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടും. ഇത്തരം സൗഹൃദങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാൻ ഉപകാരപ്പെടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ലഭിക്കും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങളുണ്ട്. ഭക്ഷണക്രമം ശ്രദ്ധാപൂർവം ആക്കണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിന് സാധ്യതയും കാണുന്നുണ്ട്. വാഹന യോഗം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തിൽ അലഞ്ഞു തിരിയലിന് സാധ്യത കൂടുതലാണ്. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുക. ചിലവ് അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്നും നേട്ടം. വളർത്തുമൃഗങ്ങൾക്കും പൂർണ്ണ ആരോഗ്യത്തോട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ദോഷപരിഹാരമായിട്ട് സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിപ്പിക്കുക. അഘോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രവർത്തന മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. കുടുംബസമേതം പുറത്തു പോകുകയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ അവസരങ്ങൾ ഉണ്ടാകും. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രയ്ക്കുള്ള അവസരവും ഇവർക്ക് കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കും. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ ഒരു ഭൂമി വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരുടെ വളർച്ച മറ്റുള്ളവർക്ക് അസൂയയ്ക്ക് കാരണമാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾ സമയം പാഴാക്കാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പുണ്യപ്രവർത്തികൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. മുൻകോപം നിയന്ത്രിക്കേണ്ട സാഹചര്യങ്ങൾ കൂടിയാണ്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കുന്നത് പ്രശസ്തിക്ക് കാരണമാകും. സംഗീത മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നത്യം ലഭിക്കുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ ധനവരവ് വർദ്ധിക്കും. ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൊണ്ട് വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും സമൂഹത്തിൽ പ്രശസ്തൻ ആകുകയും ചെയ്യും.
ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുടെ കാലമാണ്. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പിതൃക്കൾക്ക് ബലിതർപ്പണം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ദുർഗാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക.